അപ്പോൾ ഇന്ന് തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ തുത്തുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് പാടെ നേരെ അയൺ ചെയ്യാൻ ഡ്രസ്സൊക്കെ നമുക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം പിന്നെ അനിയത്തിയുടെ മോൻ്റെ, അതായത് തുത്തുവിൻ്റെ ചെറിയ മോൻ, രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരാഴ്ച കൊണ്ടുണ്ടായ ഒരു പരിപാടിയാണ് കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം ഞാനും അനിയത്തി ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് മോളും പിന്നെ ആര്യൻ വന്നിട്ട് ആര്യൻ എന്നാണ് കേട്ടോ അവന് ഞങ്ങളൊക്കെ വിളിക്കാറ്. അവൻ്റെ പേര് അയ്യോ ശരിക്കുള്ള പേര് എനിക്കറിയില്ല, കാരണം ആര്യാന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വിളിച്ചില്ല, കിട്ടിയില്ല. അപ്പോൾ അയാൻ ആര്യൻ എന്നാണ് കേട്ടോ. വലിയ മോൻ്റെത് റയാൻ ആർവിൻ, രണ്ടാമത്തെ മോൻ്റെത് അയാൻ ആര്യൻ എന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളിക്കണത് ആര്യ എന്നാണ്. അപ്പോൾ അവൻ വന്നിട്ട് ഇങ്ങനെ വീഡിയോ കോൾ വന്നപ്പോൾ ഇമ്മിച്ചേ വരൂലേ, എൻ്റെ ബർത്ത്ഡേക്ക് വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ. ഫെബ്രുവരി 1 അവൻ്റെ ബർത്ത്ഡേ, 1 അപ്പം അതായത് ശനിയാഴ്ചയാണ് കേട്ടോ. അത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു തിരക്കിലും കാര്യമൊക്കെ ആയതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ വന്നതുകൊണ്ടാണ് ഇത്ര വൈകിയത് കേട്ടോ കുറച്ച്. അപ്പം എന്താ പറയുക, അവൻ ചോദിച്ചു ഉമ്മച്ചി വരൂലേ എന്ന് ചോദിച്ചു. അവൻ എന്നെ ഉമ്മച്ചി എന്നിട്ട് വിളിക്കുക, തുത്തൂനെ മമ്മ എന്ന് വിളിക്കും, എന്നെ ഉമ്മച്ചി എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഒന്നാമത് കാരണം എന്താ വെച്ചാൽ എൻ്റെ മക്കൾ ഇവരേക്കാനൊക്കെ മൂത്തതാണല്ലോ, എൻ്റെ മക്കളാണല്ലോ എല്ലാം വലിയത്. അപ്പോൾ അവർ എന്നെ ഉമ്മച്ചി എന്ന് വിളിക്കണ കേട്ടിട്ട് തുത്തൂനെ മക്കൾ എന്നെ ഉമ്മച്ചി എന്നിട്ട് വിളിക്കുക. അങ്ങനെ അവളെ ഉമ്മച്ചി വരൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും വരാലോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ തുത്തൂൻ്റെ വീട്ടിലേക്കും പോയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോവാമെന്ന് കരുതി കേട്ടോ. അപ്പം അങ്ങനെ പെട്ടെന്നിട്ട് പിന്നെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഉമ്മ വരൂലേ ജോമിനെയും വിളിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ എവിടേക്ക് പോവുകയാണെങ്കിൽ അറിയാമല്ലോ, ഒക്കെ കൂടെ ഒരുമിച്ചായിരിക്കും പോവുക. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരാഴ്ച കൊണ്ടുണ്ടായ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ അയൺ ചെയ്ത് വെക്കണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര മടിയായതുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ നേരെ പോയി, ഇനി കരണ്ടെങ്ങാനും പോയാലോ എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ നേരെ പോയി പിന്നെ അയൺ ചെയ്ത് വെച്ചു. അപ്പോഴാണ് ഫോണിലേക്ക് മെസ്സേജ് വന്നത്, ഇതും ഒരു സ്കൂളുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഇനി പറഞ്ഞേക്കാതിരിക്കാനും പറ്റില്ല, കാരണം പിന്നെ കുറച്ച് ദിവസമായിട്ട് അവൾ പനിയോ അങ്ങനെ ഓരോ അസുഖങ്ങളായിട്ടും, അതുപോലെ നമ്മൾ മഞ്ചേരി പോയില്ലായിരുന്നോ, അങ്ങനെ അന്ന് 1-2 ദിവസം അങ്ങനെ ലീവായി. ഈ ആഴ്ച അങ്ങനെ സ്കൂൾക്ക് പോയിട്ടില്ല. പിന്നെ അവൾക്ക് ആനുവൽ ഡേ ആയതുകൊണ്ട് കുറച്ച് ഡാൻസും പരിപാടി അവൾ 1-2 പരിപാടികൾക്ക് ഉണ്ടാണോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ ഇനി പിന്നെ ലീവ് ആക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് പോലും നിർബന്ധമാണ്. അപ്പോൾ പിന്നെ വേഗം അവളുടെ ഡ്രസ്സും അയൺ ചെയ്തു. എനിക്കാണെങ്കിൽ രാവിലെ പോകണം, കാരണം അവിടെ തുത്തു ഡെക്കറേഷൻ ചെയ്യാനും കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വിർപ്പിക്കണ്ടേ, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാലേ എന്നൊക്കെ പറഞ്ഞ്. എനിക്കങ്ങനെ ഡെക്കറേഷനൊന്നും അറിയില്ല, എന്നാലും അവൾക്കൊരു സപ്പോർട്ടിന് ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് കൊടുക്കാനായിട്ടോ പിന്നെ ഏതായാലും ഞാൻ ചില്ലല്ലേ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയാം എന്തായാലും രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ ഇനി ഇതും സ്കൂളിട്ട് വന്നിട്ട് ഞാൻ ഇതുമുനും കൊണ്ട് വൈകുന്നേരം വരാം, നിങ്ങൾ ബസ്സിൽ പോയിക്കോളി, രാവിലെ ബസ്സിൽ പോയിക്കോളി എന്നാണ്. അപ്പോൾ നീനുട്ടി പിന്നെ അവിടെ കോഴിക്കോട് കുറച്ച് പഠിച്ചതാണല്ലോ, പഠിച്ച കാരണം കൊണ്ട് അവൾക്ക് ഈ കോഴിക്കോട് പോയി വരിക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി ഇപ്പം ഇല്ല. ആദ്യമൊക്കെയും കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞ ഒരു ധൈര്യക്കുറവായിരുന്നു കേട്ടോ. എനിക്കറിയില്ല കറക്റ്റ് അവിടെ പോയി വരാനുള്ള സ്ഥലം, അങ്ങനെ ഇറങ്ങാനുള്ള സ്ഥലം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നീനു പോയ അവൾക്കൊരു പരിചയം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ബസ്സിൽ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞ് വേഗം നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഹസ്ബൻഡും ഇതുമൊക്കെ ഇവിടെ ഉണ്ടാവില്ല, അപ്പോൾ അവൾക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് കൊടുത്തേക്കണം, പിന്നെ ഉച്ചയ്ക്കുള്ള ഹസ്ബൻഡിനുള്ള ലഞ്ച് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുള്ളതുകൊണ്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ മൈദപ്പത്തിരിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ മൈദപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെന്ന്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ മൈദപ്പൊടി കുറച്ചെടുത്ത് ഉപ്പ് ഇട്ടിട്ട് ചുടുവെള്ളം, നമ്മൾ തിളച്ച വെള്ളമാണ് പാർന്ന് കൊടുക്കാറ്. എന്നിട്ട് അധികം പാരണ്ട കേട്ടോ, കുറച്ച് വേഗം മൈദപ്പൊടിയല്ലേ പെട്ടെന്ന് ലൂസാവും. അപ്പം പാർന്ന ശേഷം നല്ല ഇളക്കിയിട്ട് നമ്മൾ കുഴച്ച് നോക്കുക, വേണമെങ്കിൽ പിന്നെയും കുറേശ്ശെ പാർന്നിട്ട് ഒരു പാകത്തെ നല്ലൊരു കയ്യിലൊട്ട് പിടിക്കാത്ത ആ ഒരു ലെവലിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് ചെറിയ ബൗളാക്കിയിട്ട് നമ്മൾ പരത്തി പത്തിരിയൊക്കെ നൈസ് പത്തിരിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക, വെളിച്ചെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറ്. പൂരിയൊക്കെ അങ്ങനെ എണ്ണയിൽ വറുത്തെടുക്കല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മറിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യണത്. അതിവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് പൊരിച്ചെടുക്കുമ്പോൾ നമുക്കൊരു പൊറോട്ടയുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതിലേക്ക് നല്ല എന്താ പറയുക ബീഫ് കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ, അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഞാനത് വേഗം ഉണ്ടാക്കി
നല്ല നല്ല ടേസ്റ്റാണ്. പൊറാട്ടയും ബീഫൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടോ. അങ്ങനെ ഇതും അത് തന്നെയാണ് കൊണ്ടുപോയത് കേട്ടോ. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള അപ്പായതുകൊണ്ട് തന്നെ പിന്നെ ബീഫ് ഉള്ളതുകൊണ്ട് എന്തായതോ അവൾ അതന്നെ ലഞ്ച് ബോക്സ് കൊണ്ട് അവളെ പറഞ്ഞയച്ചു. നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. കിച്ചണ് പിന്നെ നമ്മൾ എപ്പോൾ പണിയെടുത്താലും കിച്ചണിൽ നിറച്ച് പാത്രങ്ങളാണല്ലോ. അപ്പോൾ അതവിടെ കഴുകാനുണ്ട്. ഞാൻ വേഗം കഴുകാനൊന്നും നിൽക്കാതെ നേരെ ഉച്ചയ്ക്കുള്ള ഹസ്ബൻഡിനുള്ള ഫുഡ് വേഗം ഉണ്ടാക്കി വെക്കാം, ലഞ്ച് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി കുറച്ച് മീൻ ഒരു 3-4 കഷ്ണം മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കുന്ന ബാക്കിയുള്ളത്. ഞാൻ അങ്ങനെ ഒന്നായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കില്ല. ആവശ്യമുള്ളത് അങ്ങനെ പൊരിച്ച് ഒക്കെ ഫ്രിഡ്ജും നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പണ്ടൊക്കെ എന്തായിരുന്നു വിറകടുപ്പായിരുന്നു. അപ്പോൾ ഒക്കെ നമ്മൾ ആ വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എല്ലാം പിന്നാലെ അങ്ങ് പെട്ടെന്ന് വെച്ച് കൊടുക്കണം. ഇപ്പം അങ്ങനെയല്ലല്ലോ, നമ്മളൊന്നൊരു ജസ്റ്റ് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക നമുക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ മീൻ പൊരിക്കുക. അപ്പോൾ ആ ഒരു ചൂടോടുകൂടി നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം എടുക്കാറില്ല. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ അങ്ങനെ ഫ്രിഡ്ജിലുണ്ടാവും. അങ്ങനെ എന്താ പറയുക മീനുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചോറ് വെച്ച്, മൂപ്പർക്ക് ഇഷ്ടം സാധാ റൈസാണ് കേട്ടോ, ചോറാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒരു 2 ഗ്ലാസ് അരി എടുത്തിട്ട് കുക്കറിൽ ചോറ് ഒരു അടുപ്പത്ത് വെച്ചു. പിന്നെ ചേമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കീറ്റോ ഡയറ്റിൽ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കാൻ മടിച്ചിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളില്ലല്ലോ, അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 2 എടുത്തിട്ട് ജസ്റ്റ് ഒരു കറിയും വെച്ച്. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേന ചേമ്പ് അങ്ങനെ സംഭവങ്ങളൊക്കെ കേട്ടോ. അത് അവിടെ 2 ഇതാണ്ടോ അവിടെ 2 അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, 2 കുക്കറിൽ വെച്ചിട്ട് ഞാൻ വേഗം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടിട്ട് അത് വേഗം കഴുകി വെച്ചു. വൃത്തിയാക്കുക പരിപാടി പെട്ടെന്ന് പണികൾ തീർക്കാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് മിനിമം എന്താ പറയുക ഒരു 11 മണിക്ക് 11:30 ഇറങ്ങണം. ഏകദേശം ഒരു ഉച്ച ആകുമ്പോക്കിന് ഞാൻ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നീനുട്ടിയോടെ മാറ്റാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾ രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറ്റി അവർക്കൊക്കെ നല്ല സുഖമാണല്ലോ. പിന്നെ പക്ഷേ എനിക്ക് അവൾ അടിച്ച് വാരി തന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് അവളെ ഇപ്പം ഡിഗ്രി എന്താ പറയുക ഈ ഒരു ഓൺലൈനായിട്ടാണ് ചെയ്യണത്. അപ്പം എന്താ പറയുക വീട്ടിലുണ്ടാവും. അപ്പോൾ ക്ലാസ്സും പഠിക്കാനൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾ, പാത്രം കഴുകുക, വൈകുന്നേരത്തെ പാത്രം കഴുകൽ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അടിച്ചു വാരി തുടക്കുക എന്നുള്ള പരിപാടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ചോറും കറിയും ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 2 അടുപ്പത്തും കുക്കറുകളൊക്കെ ഒന്ന് വിസിലടിച്ചപ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് പരിപാടി, അതായത് പാത്രം കഴുകൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി വേഗം അത് കറി, ചേമ്പ് കറി നമുക്കൊന്ന് ജസ്റ്റ് ചീരുള്ളിയും കരിവേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്ന് വറവെടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ല ഉടഞ്ഞ് ഒരൊറ്റ വിസിലിൽ നിന്ന് നന്നായിട്ട് ഉടഞ്ഞ് നല്ല പൊടിയുള്ള ചേമ്പാട്ടാ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുത്തു. പിന്നെ ഒരടുപ്പത്ത് നമ്മൾ മീൻ വറുക്കാൻ വെച്ചു. ചോറ് പിന്നെ എന്താ വെച്ചാൽ കുക്കറിൻ്റെ വിസിൽ മുഴുവൻ കാറ്റ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് തുറക്കാനായിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും സെറ്റായപ്പോഴേക്കും നമുക്കെന്താ ഒരു വിസിലൊക്കെ പോയി നമ്മൾ ചോറും കൂടി വാർത്തെടുത്താൽ ഇന്ന് നമ്മുടെ ലഞ്ച് പരിപാടി തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വേഗം ഞാൻ റെഡി ആവാനും ഡ്രസ്സ് മാറ്റാനൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ക്ലീനിങ് പരിപാടികളും കഴിഞ്ഞു. നമുക്ക് അലക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട്, എന്താ പറയുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് പോകാൻ നേരത്ത് അലക്കി കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോരയിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയേക്കാണ് കേട്ടോ. മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ ഈ കുക്കറിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് ഭർത്താക്കന്മാർക്ക് നമ്മുടെ എന്താ പറയുക അങ്ങനെ ശീലമാക്കിയിട്ടില്ലല്ലോ. പണ്ട് തന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മുന്നിലേക്ക് വിളമ്പി കൊടുത്തല്ലേ അവർക്ക് ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ എന്താ പറയുക കറി വെച്ചിട്ട് കുക്കറൊക്കെ മൂടി വെച്ച് ആ കുക്കറിൽ നിന്ന് നല്ലൊരു കറിപ്പാത്രത്തിലേക്ക് പാർന്ന് മൂടി വെച്ചു. പിന്നെ ചോറും എന്താ പറയുക ഊറ്റിയിട്ട് വാർത്തിട്ട് ഞാൻ അതും ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. ഇപ്പോൾ ഇതാ ഞാൻ അപ്പുറത്തേക്ക് ആ കിളിവാതിലിലൂടെ സംസാരിക്കുന്നത് നമ്മുടെ അയൽവാസിനോടാണ് കേട്ടോ. ഞങ്ങളുള്ള ഒരു സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ജനവാതിൽ, അതിലൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ തിരക്കിട്ട് പണിയെന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കോഴിക്കോട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയല്ല എന്താ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ കുക്കറുകളൊക്കെ നമ്മൾ ചോറ് വെച്ച കുക്കർ, കറി വെച്ച കുക്കർ അതൊക്കെ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് എല്ലാം നല്ല നല്ല പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ടേബിൾ മേൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഹസ്ബൻഡ് അതെടുത്ത് കഴിച്ചോളും. അപ്പോൾ മറ്റേത് നമുക്ക് അതിൽ നിന്ന് തുറന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാതെ നിൽക്കും. അങ്ങനെയൊക്കെ ഭയങ്കര മടിയാണ്. അതിപ്പം ചായയൊക്കെ ആയാലും
മൂപ്പര് ഉണ്ടാക്കും കേട്ടോ ചായ. ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നോട് പറയും ഞാൻ അവിടെ ചായ ഉണ്ടാക്കി വെച്ചിന്, അതൊരു ഫ്ലാസ്ക് പാർന്ന് കൊണ്ടുവരാറ് എന്നോട്. കാരണം എന്താ പറയുക, അത് വേറൊരാൾ കൊണ്ട് കൊടുത്ത് കുടിക്കണതാണ് മൂപ്പർക്ക് ഇഷ്ടം കേട്ടോ. അത് ഓരോരോ ശീലങ്ങളാണല്ലോ, നമ്മൾ ശീലാക്കിയത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഒക്കെ മേശമേൽ വെച്ച് പ്ലേറ്റും ഒരു ഗ്ലാസ്സും ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കി കുടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 10:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി അതും എടുത്ത് പിന്നെ അത് മിക്സിയിലടിച്ച് അത് ഇനി കഴുകി വെച്ച് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഒരു ചൂടുവെള്ളം, വലിയൊരു കോപ്പ നിറച്ച് ചൂടുവെള്ളവും കുറച്ച് ബദാമും 2 അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിച്ച് വയറങ്ങോട്ട് നിറച്ചു. ഇനി തുത്തൂൻ്റെ അവിടെ പോയിട്ട് മുട്ട പൊരിച്ച് കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാനത് ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേഗം പോയി റെഡിയായി വന്നു. അപ്പോഴേക്കും നീനോട്ട് റെഡിയായി വന്നു. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഈ ഒരു 11:15 ആയിട്ടുണ്ട് ഇറങ്ങാണ് കേട്ടോ. 11:30 ഒരു ബസ്സുണ്ട്. കാരണം നീന് പോയി ശീലമുള്ളതുകൊണ്ട് അവൾ ആ നേരമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് 11:30 ഒരു ബസ്സുണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഓട്ടോ പിടിച്ച്. നല്ല വെയിലായിരുന്നു കേട്ടോ. 11 മണി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഭയങ്കര വെയിലായിരുന്നു. നീന് ഞാൻ കറുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. അവിടെ നിന്ന് ബസ്സൊക്കെ കയറി. അപ്പോൾ എന്താ വെച്ചാൽ കാറിൽ പോയി മാത്രമല്ലേ ശീലമുള്ളൂ. ഞാൻ സത്യം പറയട്ടെ, ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എന്താ ബസ്സിൽ പോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര മടിയാട്ടോ. ഇതുമ്മൊക്കെ അധികമൊന്നും, ഇതുമ്മ ചെറിയ കുട്ടിയായതാണ്. ആ ഒരു 1-2 വയസ്സ് ആ സമയത്ത് അതൊന്നും ഞങ്ങൾ വണ്ടി വാങ്ങിയത് കേട്ടോ. അതിന് മുന്നേ ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബൈക്കുമ്മേൽ ഇങ്ങനെ പോയി വരും, മക്കളൊക്കെ ബൈക്കുമ്മേലിട്ട് പോകും. ഇപ്പോൾ ഇതുമ്മ ഒന്നും ബസ്സിൽ പോയി അധികം ശീലേ ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ മക്കൾ, ഇപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മക്കൾക്കും ഒരു ബസ്സിൽ കയറിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുപോലെ തന്നെ എൻ്റെ ഐറൂസും ബസ്സിൽ കയറിയിട്ടുണ്ടാവില്ല, തീരെ കയറിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നീനുവിന് ബസ്സിൽ പോകണ ഭയങ്കര മടിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പം ചെയ്താലും ഉച്ചയ്ക്ക് ശേഷമല്ലേ വരാൻ കഴിയുള്ളൂ, ഇതുമൂനെ കൊണ്ടുവന്ന്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ പോയി. പിന്നെ അധികം വീഡിയോ എടുത്ത് വെറുപ്പിക്കണ്ടല്ലോ, ബസ്സിലെ കുറേ ആൾക്കാരുള്ളതല്ലേ, ഒരു ചെറിയൊരു ചമ്മലൊക്കെ ഞങ്ങളുള്ളതുകൊണ്ട് ഞങ്ങളതാ അനിയത്തിൻ്റെ വീട്ടിലെത്തിയത് മുതലുള്ള വീഡിയോസാണ് പിന്നെ കാണിക്കണത് കേട്ടോ. അപ്പോൾ ഞാനവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തുത്തുൻ്റെ ഹസ്ബൻഡ് അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ മെല്ലെ വീഡിയോ ഓഫാക്കിയിട്ടോ. എനിക്ക് മടിയായി. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും എനിക്ക് അങ്ങനെ മടി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ചെറുതായിട്ടൊരു ചമ്മലൊക്കെ ഉണ്ട് എനിക്ക് കേട്ടോ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മുടെ വീഡിയോ എടുപ്പൊക്കെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓഫാക്കി. പക്ഷേ ഇത് തുത്തു എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവൾ എനിക്ക് അയച്ച് തന്നതാട്ടോ ഞങ്ങൾ വരുന്നത്. അങ്ങനെ ഞാൻ നേരെ വരുമ്പോൾ തന്നെ അതായി എന്താ ആരെയും മഴയെ ഓടി വന്നൊരു ഉമ്മയൊക്കെ തിന്നിട്ട്. അവനാണെങ്കിൽ എല്ലാവരും വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ട്, എല്ലാവരും കൂടുക, എന്താ പറയുക, ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. അപ്പം വന്ന വരെ എനിക്ക് ഓരോന്ന് കാണിച്ചു തരട്ടോ. അവൻ്റെ ബലൂണുകൾ, വീർപ്പിച്ച് വെച്ച ബലൂണുകൾ, അതുപോലെ വേഗം വാ അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ റൂമിലേക്കൊക്കെ വിളിക്കുകയാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ കാണിച്ച് തരികയാണ്. അപ്പോൾ അവന് കാണിച്ചു തരുന്ന സാധനം ഞങ്ങൾ കണ്ടുകൊണ്ട് കേട്ടോ. അവൻ്റെ പേഴ്സിൽ നിന്ന് തപ്പിയെടുത്തൊരു സാധനം എനിക്ക് കാണിച്ചു തന്നത് കണ്ടോ. 50 പൈസ എന്ന് പറഞ്ഞിട്ട്, ഇത് ഉമ്മച്ചി പണ്ടത്തെ പൈസയാണ്, 50 പൈസ ഉമ്മച്ചി കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് എനിക്ക് കാട്ടി തന്നതാണ് കേട്ടോ. പക്ഷേ ഞാനത് എന്താ പറയുക, നമ്മൾ കുട്ടിക്കാലത്ത് ഇപ്പോൾ എനിക്കിപ്പോൾ 40 വയസ്സായല്ലോ. അപ്പം ഞാനൊക്കെ കുട്ടിക്കാലത്ത് 50 പൈസക്ക് എത്രയോ മുട്ടായി വാങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ എന്നോട് പറയാം പണ്ടത്തെ പൈസ കാണിച്ച് തരണോ എന്ന് പറഞ്ഞിട്ട് കാട്ടി തന്നു. അപ്പം ഞാനും തുത്തും പറഞ്ഞ് എൻ്റെ അമ്മ പണ്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ 5 പൈസ 2 പൈസയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ എന്താ ഇതിപ്പോൾ ഇത്ര കാണിച്ചു തരാൻ മൈൻഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതേ ഒരു അവസ്ഥ നമുക്കും വന്നു. കാരണം അവർ കാണിച്ചൊരു 50 പൈസയൊക്കെ പണ്ടത്തെ പൈസ പറഞ്ഞിട്ട് ഇപ്പം അതൊന്നും ഇല്ലേ, എനിക്കറിയില്ല കേട്ടോ, അതൊന്നും ഇല്ല ഇപ്പം എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് നേരെ വന്നപ്പം എന്താ പറയുക, കീറ്റോ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾക്ക് വന്നപ്പോൾ ചേച്ചി നല്ല അടിപൊളിയായിട്ടുള്ള സംഭാരം ഉണ്ടാക്കി തന്നു കേട്ടോ. തൈരൊക്കെ വെച്ചിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചതക്കി അടിപൊളി സംഭാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പൊക്കെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. രാവിലെ ഞാൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ വന്നപാടെ അതൊക്കെ കഴിച്ചു. എന്താ ടേസ്റ്റ്, സത്യം പറഞ്ഞാൽ എനിക്കിത് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമുക്ക് കഴിക്കാമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൈര് വെച്ചിട്ടുണ്ടാക്കണത്, ഈ മോരുണ്ടല്ലോ അതെനിക്കിഷ്ടമല്ല കേട്ടോ. ഈ പാല് നമ്മൾ ഉറവൊക്കെ അങ്ങനെ ഉണ്ടാക്കില്ല, ആ മോര് വെച്ചിട്ടുള്ള ആ സംഭാരം എനിക്കിഷ്ടമല്ല. പക്ഷേ തൈര് കൊണ്ട് നമ്മളിങ്ങനെ സംഭാരം ഉണ്ടാക്കുമല്ലോ, ആ കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതെനിക്കിഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇനി വീട്ടിലെത്തിയിട്ട് ഇനി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ അത് കുടിച്ചുകൊണ്ട് ഞങ്ങൾ TV ഒക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴുണ്ട്
വലിയ മോന് തുത്തുവിൻ്റെ വലിയ മോന് ബൂസ്റ്റ് ഒരു പാത്രത്തിൽ എടുത്ത് കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് തുത്തുവിന് സങ്കടമായി. കാരണം ഞങ്ങൾക്കതൊന്ന് തൊട്ട് അവളും ഡയറ്റാണല്ലോ, അവൾ ഡയറ്റ് ആയതുകൊണ്ട് അവളുടെ ചാനൽ ഇടുന്നുണ്ട്. കാരണം എന്താ പറയുക, അവൾക്ക് ഒരു 80 കിലോന് ആവണമെന്നുണ്ട്. ഇനി അവളും ഉണ്ടായിരുന്നു കേട്ടോ, തുത്തും ഉണ്ടായിരുന്നു, 100 കിലോനൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ കുറച്ച് കൊണ്ടുവന്നതാണ്. ഒരു 85 കിലോയിൽ വീണ്ടും 85ഒക്കെ ആയപ്പോൾ അവൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം 90 കഴിഞ്ഞാൽ പിന്നെ 100 പോവുക. അപ്പം അവൾക്ക് ഇങ്ങനെ ടെൻഷൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ അധികം ഇങ്ങനെ കൂടണ്ടല്ലോ എന്ന് കരുതിയിട്ട് 85ഒക്കെ ആകുമ്പോൾ വീണ്ടും ഡയറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും 80 ആക്കും. പിന്നെയും 85 ആകുമ്പോൾ 80 ആക്കും. ആ 85 എന്നുള്ള ആ വെയിറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അധികം ഇങ്ങോട്ട് കുറഞ്ഞാലും ഒരു വേണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവളും ഡയറ്റ് ആയതുകൊണ്ട് എന്താ പറയുക, ബൂസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളത് നോക്കി ഇങ്ങനെ കുറച്ച് സങ്കടപ്പെട്ടിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡായിട്ട് നല്ല അടിപൊളിയായിട്ട് കൂണില്ലേ, അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട്. എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവൾ ഉണ്ടാക്കിയതാണ്, കീറ്റോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൂണും അതുപോലെ തന്നെ ബീഫും. അപ്പോൾ അത് ഞാൻ നല്ലോണം തൈരൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നല്ലോണം കഴിച്ചിട്ടോ. കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഡെക്കറേഷന് വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ഡെക്കറേഷൻ നോക്കുമ്പോൾ ടോട്ടോൻ്റെ കൂട്ടിലേക്ക് ഒന്ന് പാളി നോക്കിയതാണ് കേട്ടോ. ടോട്ടോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, കുഞ്ഞു കുട്ടിയായെന്ന് അവൾക്ക് കിട്ടിയതാണ് കേട്ടോ, അവൾ വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വരുമ്പോൾ ഒരു കുഞ്ഞായിരുന്നു. ഇപ്പോൾ അവന് വളർന്നിങ്ങനെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അവനെ തൊടാനൊക്കെ ഭയങ്കര പേടിയാട്ടോ. അതുകൊണ്ട് ഞാൻ വിട്ടുന്നുള്ള ഒരു നോട്ടൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവനെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങളിതവിടെ ഡെക്കറേഷനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ബ്ലാക്ക് തുണിയില്ലേ അവൾ എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ജനവാതിലിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം റെയിനുവിൻ്റെ ബർത്ത്ഡേക്ക് അവിടെ എന്താ പറയുക ഡെക്കറേഷൻ ചെയ്തപ്പോൾ ഒരു എന്താ പറയുക, അവിടെ ഇങ്ങനെ ജനവാതിലൊക്കെ ഉള്ളതുകൊണ്ട് വെച്ചപ്പോൾ ഒരു ഭംഗി കിട്ടിയില്ല. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് തുണിയൊക്കെ ഉണ്ടായാൽ ആ ജനവാതിലിങ്ങനെ മറക്കാമല്ലോ. നിൻ്റെ അടുത്ത് ഏതെങ്കിലും ക്ലോത്ത് ഉണ്ടോ, ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യണതല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു ക്ലോത്ത് ഉണ്ട്, ഞാൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷേ ജനാലമിൽ വിരിച്ച് നോക്കിയപ്പോൾ അത് വലിപ്പം ഇറക്കം കുറച്ച് കുറവാണ്. പക്ഷേ എന്താ ചെയ്യുക, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, അങ്ങനെ ജസ്റ്റ് ഒരു ഒട്ടിപ്പൊക്കെ വെച്ചിട്ട് അതവിടെ വലിയ കനമില്ലാത്ത ക്ലോത്താണ്, ക്രൈപ്പിൻ്റെ ക്ലോത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടിപ്പൊക്കെ വെച്ച് അവിടെ ജനാലമിൽ അങ്ങനെ ഒട്ടിച്ച് വെച്ചു. പിന്നെ ഞങ്ങളേതാ ബലൂണൊക്കെ ഓൾറെഡി അവൾ വീർപ്പിച്ച് വെച്ചതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ കിട്ടി അതിലൊരു ഷേപ്പിന് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഞങ്ങളങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ചന്തു ഉണ്ടായിരുന്നു. ചന്തു എന്ന് പറയുന്നത് സുജീൻ്റെ ഒരു സ്റ്റാഫാണ് കേട്ടോ. അവന് പിന്നെ എന്താ പറയുക, സുജി എന്ന് പറയുന്നത് തുത്തുവിൻ്റെ ഹസ്ബൻഡ്, അവന് സ്റ്റാഫാണ്. അവൻ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇല്ലാതൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും പനിക്കേ അല്ലെങ്കിൽ എന്താവശ്യം ഉണ്ടെങ്കിൽ അവൻ ആ പരിസരത്ത്, ആ വീടിൻ്റെ പരിസരത്തായിട്ട് അവനിങ്ങനെ ഉണ്ടാവും. നമ്മളൊന്ന് വിളിച്ചാൽ ഓടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുജി ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, പെട്ടെന്ന് തുത്തുനൊന്ന് പുറത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ അവളിപ്പോൾ സുംബക്കൊക്കെ പോകുന്നുണ്ട്. സുംബ എന്ന് പറയുന്നത് അവിടെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അവളെ അങ്ങോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒക്കെ ആയിട്ട് അവന് വിളിച്ചാൽ ഓടിയെത്തും. അതേപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പോൾ അവന് ഉണ്ടായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ ഒരു വീതം ഞങ്ങൾ സെറ്റാക്കിയതിന് ശേഷം അത്തത്തെ സുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട്. മേലൊക്കെ കഴുകി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ ടെൻഷനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പരിപാടികളും കഴിഞ്ഞല്ലോ. അപ്പോൾ കുറച്ചൊരു റിലാക്സ് ആയിട്ടുണ്ട്. മക്കൾ റെഡി ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോഴേക്കും ഡ്രസ്സ് ചളിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കണം കേട്ടോ. ഏകദേശം പരിപാടി തുടങ്ങാനാവുമ്പോൾ ഡ്രസ്സ് മാറ്റിയാൽ മതി. ബർത്ത്ഡേ ഡ്രസ്സല്ലേ, ചളിയാവാതെ പുതിയതേ നിൽക്കണമല്ലോ. അപ്പോഴേക്കും നമ്മളിതാ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യതാ നല്ല അടിപൊളി മീനാണ് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല മീൻ വറ്റിച്ചതാണ്, നല്ല കഷ്ണ മീൻ കേട്ടോ. കണ്ട ബീഫ് പോലെ തോന്നില്ലേ, പക്ഷേ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ. മീനാണ് അത് കാണുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇതൊരു ചെമ്മീൻ കറി ഉണ്ടോ, എൻ്റെ അമ്മോ അതിൻ്റെ ടേസ്റ്റ് പറയാൻ വേണ്ട. ഞങ്ങൾ ലാസ്റ്റ് അത് ബടിച്ച് കഴിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ വറുത്തതാണ്. അതിന് മേലെയുള്ള പൊടി നമ്മൾ കരുതും ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കിയുള്ള പൊടിയാണെന്ന്, അല്ല, അത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ കുഞ്ഞായിട്ടുള്ളതാണ്, നല്ല അടിപൊളിയാണ്. ഇപ്പോൾ കാണിച്ചത് അത് ഉച്ചക്കത്തുള്ള ഫുഡാണ് കേട്ടോ. പിന്നെ അതാ അടുത്തത് ഇത് നെയ്പ്പത്തലാണ്. പത്തിരി ഉണ്ടല്ലോ, ആ പൊരിച്ച പത്തിരി, നെയ്പ്പത്തൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അതാണ്. പിന്നെ ഇത് നമ്മുടെ വീറ്റ് പൊറാട്ടയാണ് കേട്ടോ, ഗോതമ്പ് പൊറാട്ടയാണ് ഇത്. ഇനി പിന്നെ ഉള്ളത് ഇവിടെ
ബീഫ് വറുത്തതുണ്ട്. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ സോഫ്റ്റായിട്ടുള്ള ബീഫാണ് കേട്ടോ. ഒന്നാമെന്ന് വെച്ചാൽ എന്താ പറയുക, കഴിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര ടഫായിട്ട് അങ്ങനെ തിന്നാൻ ബുദ്ധിമുട്ടും. പക്ഷേ അതല്ല, നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. പിന്നെ അടിപൊളി ദം ബിരിയാണി ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. പുറമെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം വഴിക്ക്. അപ്പോൾ ഞങ്ങൾ ആ ഫുഡൊക്കെ എത്തിയപ്പോൾ എന്താ പറയുക, നമ്മളത് അകത്തേക്ക് വെക്കുന്ന തിരക്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാനത് കാണിച്ചു തരണ്ടേ, ഫുഡ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ആര്യന് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മഞ്ചേരിത്ത് ഉമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തുത്തു തന്നെ ഒരു ചെറിയൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സുജി നല്ല അടിപൊളി ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ വാങ്ങിയ ഗിഫ്റ്റുകൾ ഇങ്ങനെ നല്ല ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കുക എന്നുള്ളതായിരുന്നു അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ പിടിച്ചു കൊടുക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് നീനുട്ടി നിന്നും. ഞാൻ കുറച്ച് എന്താ പറയുക, റൂമുകളൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് കൂടി കൊടുത്തു. ഫുഡൊന്നും ഉണ്ടാക്കാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒക്കെ ഓൾറെഡി സെറ്റാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല. ഡെക്കറേഷനൊന്നും ഞാനൊന്നും ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വന്നപ്പോഴേക്കും അവൾ ബലൂണൊക്കെ നല്ല വെറുപ്പിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് അവിടെ നിന്നിങ്ങനെ ഞാൻ സഹായിച്ചു എന്ന് പറയാൻ മാത്രമുള്ള പണിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ മക്കളെ എന്താ വലിയ മോൻ്റെ റെയിനുവിൻ്റെയും ആര്യൻ്റെയും ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ ഇതും എത്തി. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഇതും സ്കൂളിൽ വരെ 3:30 അവൾ വന്നപ്പോഴേക്കും എന്താ പറയുക, വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറ്റി ഹസ്ബൻഡും ഇതുമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതുമ്മനാണെങ്കിൽ റെയിനുവിൻ്റെ ഇവിടെ എത്തായിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് അവളെത്താഞ്ഞിട്ടുള്ള ഒരു തിരക്കായിരുന്നു അവൾക്ക് കേട്ടോ. അപ്പോൾ വന്ന പടം റെയിനുവിനെ തിരഞ്ഞു വന്നപ്പം റെയിനു ഇവിടെ ഇല്ല. കാരണം എന്താ, അവരെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ പോയതാണ് കേട്ടോ. കാരണം കുറച്ച് ദൂരമുള്ള ഫ്രണ്ട്സാണ്, സ്കൂളത്തെ ഫ്രണ്ട്സാണ്, അയൽവക്കത്തുള്ള ഫ്രണ്ട്സല്ല, സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുറച്ച് ദൂരത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ സുജി അവരെയൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരു വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് റെയിനും ആര്യനൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇനി അടുത്ത ഫുഡ് ഞാൻ കാണിച്ചു തരും. ഫ്രൂട്ട് സലാഡാണ് കേട്ടോ മക്കളെ. നമ്മൾ പിന്നെ ഇന്ന് ഡയറ്റൊക്കെ പൊട്ടും എന്താ പറയുക, അതൊക്കെ കണ്ടപ്പോൾ ഞാനും തുത്തും സങ്കടപ്പെട്ട് അങ്ങനെ എടുത്ത് വെക്കട്ടെ, നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിനുള്ളിലേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പം എന്താ അവളുടെ വീഡിയോ എടുക്കാനും ആരും ഇല്ല കേട്ടോ. കാരണം ഇത് ഈ സ്റ്റാൻഡിന്മേൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒക്കണങ്ങ കോള് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ട്രൈപോഡുമേൽ വെച്ചാൽ അത് എടുക്കുക, പിന്നെ അതിൽ തന്നെ വെക്കുക എന്നൊക്കെ ആയിട്ടുണ്ട്. അവൾക്ക് എന്താ പറയുക, അതിന്മേൽ വെക്കാനും വയ്യ. അവസാനം 2 ഫോണുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ഇനി അവളുടെ വീഡിയോയിൽ അവളുടെ ചാനലിൽ വീഡിയോ വരുമ്പോൾ കാണാം ഈ ഭാഗമൊക്കെ ഒരുപോലെ ആയിരിക്കും. ഞാൻ എൻ്റെ വീഡിയോയിൽ അവളുടെ വീഡിയോയിൽ, കാരണം ഞാൻ 2 ഫോണും പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ഫ്രൂട്ട്സ് സലാഡുകളൊക്കെ അവൾ ഫ്രിഡ്ജിൻ്റെ ഇതിലേക്ക് വെച്ചു. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, അതിന് പുറമെ മാംഗോ ചീസ് എന്ന് പറഞ്ഞിട്ട് എന്തോ പുഡിങ്, എന്താണ് എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാനും തുത്തൊക്കെ നമുക്കിന്ന് കഴിച്ചാലോ താത്ത, നമുക്കിന്ന് കഴിച്ചാലോ എന്നൊക്കെ പറയും. വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഭയങ്കര ജാടയിട്ട് നടക്കുകയാണ് കേട്ടോ. എന്തായാലും അതൊക്കെ സെറ്റാക്കി വെച്ചു, ഫ്രിഡ്ജിലേക്ക് കയറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കും വരാനായിട്ടുണ്ട്. എന്താ പറയുക, ആര്യനൊരു തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേക്ക് ഇന്ന മോഡൽ വേണമെന്ന്. അതവിടെ ഓൾറെഡി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അതും ഇപ്പോൾ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ വരുന്നവർക്ക് ചായയാണ് കേട്ടോ. അതിന് വരുന്നവർ അറിയണ അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ലല്ലോ, നുജുമും ഒക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിനും ഇതുമ്മൂനൊക്കെ ചായ വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്തു. അതിലേക്ക് കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഈ ഒരു പാക്കിങ്, നമ്മളെ ഈ ഒരു എന്താ പറയുക, ഗിഫ്റ്റുകളൊക്കെ പൊതിഞ്ഞ് ശേഷം തുത്തവിടെ മേശയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഗസ്റ്റുകൾ ഇങ്ങനെ വരില്ലേ, അപ്പോൾ അതുകൊണ്ട് അവൾ അവിടെയൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് സെറ്റാക്കുകയാണ്. പക്ഷേ അവൾ വിചാരിച്ച പോലെ അവൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതിൻ്റെ കുശുമ്പും അവൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കളെ ഫ്രണ്ട്സുകളെയും കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാണ്. ആ വണ്ടി ഏർപ്പാടാക്കിയതാട്ടോ സുജി. അവരെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്നുള്ള ഫ്രണ്ട്സിലൊക്കെ. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു പടയായിരുന്നു കേട്ടോ. അവരുടെ പ്രായമുള്ള മക്കളല്ലേ, ആകെ വീട്ടിൽ വന്ന് ജേഗപ്പോക ബഹളമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കേക്കും വന്നു. അതെങ്ങനെയെങ്കിലും ഫ്രിഡ്ജിലേക്ക്, കാരണം കേക്ക് കട്ട് ചെയ്യാനാകുമ്പോഴേക്കും അത് ഉരുകി പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഫ്രിഡ്ജിലേക്ക് കയറ്റുക എന്നുള്ളതായിരുന്നു പിന്നെയുള്ള പരിപാടി. അപ്പോൾ അതിൽ നിന്ന് കുറേ
ഒഴിവാക്കി ഫ്രിഡ്ജിൽ നിന്ന് വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ച് അങ്ങനെ ഞങ്ങളെ ഒരുവിധം എന്താ പറയുക കേക്ക് ഫ്രിഡ്ജിലേക്ക് തള്ളി കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു തീം. അവൻ പറഞ്ഞു കൊടുത്തതാട്ടോ ഇങ്ങനെ ഈ തീമിൻ്റെ ഉണ്ടാക്കണം കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്താ പറയുക അതിലേക്ക് എന്താ പറയുക ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഒഴിവാക്കി എങ്ങനെയൊക്കെയോ അതിലേക്ക് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മഞ്ചേരിയിൽ നിന്ന് ഉമ്മയും പിന്നെ ഉപ്പ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പാക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ വന്നിട്ടില്ല. പിന്നെ നുജൂമും നാനയും അതുപോലെ തന്നെ ഇമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ച് ലേറ്റ് ആയത് കാരണം ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോരുന്ന വഴിക്ക് കയറി, അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയത്. പിന്നെ എന്താ പറയുക എൻ്റെ വലിയ മോളും ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. അവരും ഐറൂസിൻ്റെ കണ്ണിന് ചെറുതായിട്ട് എന്തോ ഒരു അലർജി പോലെ ഉണ്ട്. അപ്പോൾ അവന് ഡോക്ടറെ കാണിക്കാൻ പോയതാണ്. അപ്പോൾ അവരും വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയുള്ള അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും 6 മണിക്കാണ് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തത്. അപ്പോഴേക്കും എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതാ നാനയും നുജൂമും ഉമ്മയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അവരിതാ വരുന്നുണ്ട്. അപ്പോൾ ഞാനും തുത്തും ഒരുപോലെ വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ പിന്നാലെ ഉമ്മ വരുന്നുണ്ട്. ഉമ്മാൻ്റെ കയ്യിലുണ്ട് നല്ലൊരു പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്കാണ് നോക്കുന്നത്. എന്തോ ഒരു സാധനം ഉമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയത് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ചീരൻ്റെ ഇലയായിരുന്നു. തുത്തുവിന് ചീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായപ്പോൾ ഉമ്മ എന്തോ കൊണ്ടുവന്നതാണ്, തുത്തുവിന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് അത് പിന്നെ നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ പറയണ്ടല്ലോ, ഞങ്ങളെല്ലാവരും കൂടി കൂടിയാൽ പിന്നെ പടപടപടപടയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയും കളിയും സംഭവങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം അവർക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി, കാരണം തുത്തുവിന് എന്തായാലും കുറച്ച് തിരക്കായിരിക്കും. അവൾക്ക് ഞങ്ങളെ മാത്രം നോക്കിയാൽ പോരല്ലോ, അവൾക്ക് വരുന്ന സുജീൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കാനുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കാര്യമൊക്കെ ഞാനും അങ്ങനെ ഡീൽ ചെയ്തു കേട്ടോ. ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കി അവർക്ക് ചായ കൊടുത്തു. പിന്നെ നീലു പത്തിരിയാണ് കഴിക്കുന്നത്. അപ്പോൾ പത്തിരി ഞാൻ കാണിച്ചതിൽ നമ്മൾ ഫുഡ് കൊണ്ടുവന്നതിൽ നെയ്പത്തിരി മാത്രമല്ല സാധാ നൈസ് പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അതും അവരുടെ സൈഡിലുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഇതാ സമയം ഒരു 6 മണിയൊക്കെ ആവുന്നുണ്ട്. ലൈറ്റുകളൊക്കെ കത്തി ആ ഒരു പിന്നെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ബൾബുകളൊക്കെ കത്തിയപ്പോൾ പിന്നെ ഒന്നും കൂടി ഭംഗിയായിട്ടോ, നല്ല ഭംഗി ഇങ്ങനെ വരാൻ തുടങ്ങി. കാരണം ഇതൊക്കെ നമ്മുടെ ആ ഒരു ഡെക്കറേഷൻ ചെയ്തതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ രാത്രി ആകുമ്പോഴാണല്ലോ ആ ഭംഗി വരിക. അപ്പോൾ മക്കളൊക്കെ അവിടെ വന്ന് ആകെ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ കേട്ടോ അവർക്ക്. അങ്ങനെ പിന്നെ അതിൻ്റെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഇതൊക്കെ ഒരുക്കാനുണ്ട്, എന്താ പറയുക ടേബിളൊക്കെ ഒരുക്കുകയാണ്. അപ്പോൾ ആ മക്കൾക്ക് കുട്ടികൾക്ക് ഫ്രണ്ട്സൊക്കെ കഴിക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് സംഭവങ്ങളൊക്കെ അതും വെക്കുന്നുണ്ട്, കേക്കും വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പം തുത്തു പാർക്ക് വിളിക്കണമെന്ന് വെച്ചാൽ എൻ്റെ മോളൂനാണ് കേട്ടോ. അവരെ കാണാനായിട്ട് അവരെയാണ് ഇനി വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. കുറേ ഫ്രണ്ട്സ് സുജീൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ ഇവിടെ എത്തിയിട്ടുണ്ട്, എത്താനായിട്ടുണ്ട്, 5 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞപ്പോൾ എന്തായി എന്നാൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. കാരണം കുറേ നേരം വരാൻ കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അവരെത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ വിളമ്പാനുള്ളതൊക്കെ ഏകദേശം നോക്കിയൊക്കെ വെച്ചു. അവിടെ തൈരും കാര്യങ്ങളും ഒക്കെ ബിരിയാണിക്കുള്ള തൈരും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇനി കേക്ക് കട്ടി കഴിഞ്ഞാൽ വേഗം നമുക്ക് ഫുഡ് വിളമ്പണം എന്നൊക്കെയുള്ള പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് വരുന്നവരെ ഞങ്ങളിവിടെ ഇങ്ങനെ തള്ളി മറിച്ച് ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ ചിരിക്കുന്നുണ്ട്, അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ മോളൊന്നും എത്തിയിട്ടില്ല, എത്താനായിട്ടുണ്ട്. ഗോകുലമാളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാണ്, കേക്ക് കൊണ്ടുവെക്കട്ടെ, അവിടേക്കൊന്ന് സെറ്റാക്കട്ടെ എന്ന് കരുതി അങ്ങനെ കൊണ്ടുവെക്കാണ്. അപ്പം തുത്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നീനുവിനെയാണ് കേട്ടോ ഏൽപ്പിച്ചത്. പക്ഷേ നീനുവിന് പുറത്ത് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ മതി കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഈ ജനവാതിലൂടെ മെല്ലെ അങ്ങോട്ട് വീഡിയോ എടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് നീനു എന്ത് ചെയ്തു, അതിലൂടെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് അത് ആ കേക്ക് കൊണ്ടുവയ്ക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ അവൻ്റെ ഗിഫ്റ്റുകളൊക്കെയാണ് മറ്റേ ടേബിളിന്മേൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്, നല്ല നല്ല ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയൊരു കേക്ക്, ഇതും ഗിഫ്റ്റാട്ടോ. ഈ ഒരു കേക്ക് എന്താ പറയുക, ആൾ വന്നിട്ടില്ല, ആൾ ബാംഗ്ലൂരാണ് കേട്ടോ. പിന്നെ സുജീൻ്റെ ഫ്രണ്ടും വൈഫും അവരുടെ ഒരു ഗിഫ്റ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് കിട്ടോ. അപ്പം സംഭവം കാണുമ്പോഴേ നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ അപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു. ഞങ്ങൾ പിന്നെ പിറ്റേന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. നല്ല
ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറയാലോ അത്രയും ടേസ്റ്റുള്ള കേക്ക് ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പം ആര്യൻ്റെ ബർത്ത്ഡേക്കുള്ള ഈ കേക്ക് ഉണ്ടല്ലോ അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കേക്ക്. അങ്ങനെ ഞങ്ങളിതാ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി അടുത്തുള്ള പരിപാടി കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും എന്താ പറയുക കേക്ക് കട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും ഫോൺ വീഡിയോ ഒക്കെ ഓണാക്കി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം. അപ്പോഴേക്കും മോള് കണ്ട മോളും വന്നിട്ടുണ്ട്, മോളും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ കയ്യിൽ ഗിഫ്റ്റൊക്കെ ഉണ്ട്. നല്ല 2 വാച്ചാണ്. അതായത് ഇപ്പോൾ റെയിനുവിനും ആരും ഇപ്പോൾ ആര്യനായിട്ട് ആരും ഒന്നും വാങ്ങില്ല, റെയിനുവിനായിട്ടും ഒന്നും വാങ്ങില്ല കേട്ടോ. അവർ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്കായിട്ട് വാങ്ങില്ല. വാങ്ങുകയാണെങ്കിൽ 2 പേർക്കും കൂടി വാങ്ങും എന്ത് വാങ്ങുകയാണെങ്കിലും. അതുകൊണ്ട് എന്താ പറയുക ഒരു 2 വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. ഇവർ ഫ്രണ്ട്സുകളും എല്ലാവരും കൂടിയാണ് കട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാട്ടൊക്കെ പാടി എല്ലാവരും കയ്യൊക്കെ കൂട്ടുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള രംഗമാണ്. ഇതിനാണ് ആര്യനെ എല്ലാവരും വിളിച്ച് കൂട്ടിയത് കേട്ടോ. അവനിങ്ങനെ എല്ലാവരും കൂടി അവൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ അവൻ്റെ ടാറ്റൊക്കെ കൊടുത്തു. അവൻ ടാറ്റ എന്നാണ് വിളിക്കുക കേട്ടോ. അവൻ്റെ കാക്കാനെ അവന് കൊടുത്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുഖത്തൊക്കെ തേച്ച് പിന്നെ ഫ്രണ്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ രംഗപ്രവേശം ചെയ്തു. കാരണം അവിടെ എല്ലാവർക്കും കൊടുക്കണമല്ലോ, എല്ലാവരും ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുത്തും ഞാനും കൂടി പിന്നെ അങ്ങോട്ട് നീങ്ങി. ഞാൻ നീനുട്ടിനെ ഏൽപ്പിച്ചു കേട്ടോ ഫോണ്. എന്ന് വീഡിയോ എടുത്തുകൊണ്ട് അതൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ തുത്തു ഒറ്റയ്ക്ക് കഷ്ടപ്പെടില്ല. അപ്പോൾ അവൾ കട്ട് ചെയ്യണത് ഞാൻ വേഗം ഒരു കുഞ്ഞി പാത്രം ഇട്ട്, നല്ല അടിപൊളി പാത്രം കണ്ടോ, ഒരു വാഴയിലൊക്കെ പോലത്തെ ഒരു കുഞ്ഞി പാത്രം, അതിലേക്കുള്ള സ്പൂണുകളൊക്കെ വാങ്ങി അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തതിന് ശേഷം ഗിഫ്റ്റുകൾ ഓരോന്ന് കൊടുത്തിട്ട് ഞാനൊരു കുഞ്ഞി ഗിഫ്റ്റ്, അവന് ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് ആട്ടോ. കാരണം എന്താ പറയുക ലൈറ്റ് ഉണ്ടല്ലോ, ഈ രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഒരു കത്തിച്ച് ഇത് ഓണാക്കി വെച്ചാൽ റൂമിൽ നിറച്ചും സ്റ്റാർസും മൂണൊക്കെ വന്നിട്ട് ഇങ്ങനെ ആകെ തിളങ്ങുന്ന ആ ഒരു ലൈറ്റാണ്. അതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അധികം വിലയൊന്നുമില്ല. ഒരു എല്ലാ കൊല്ലവും ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് വാങ്ങിക്കൊടുക്കാറുള്ളത്. അപ്പോൾ റെയിനുവിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്തു. ആര്യന് ഞാൻ എല്ലാ ബർത്ത്ഡേക്കും എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഒരു നേരമായിരുന്നു. ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ നമ്മുടെ ആൾക്കാർ കൊടുക്കുന്നത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ സുജീൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇമ്മ കൊടുത്തു വലിയൊരു, അത് ഓൺലൈനിൽ നിന്ന് അങ്ങനെ ഓർഡർ ചെയ്തത് തന്നെയായിരുന്നു. പിന്നെ ഇതാ മോള് കൊടുത്തു, നുജൂമും കൊടുത്തത് വീഡിയോ ഞാൻ ഐറൂസ് കരഞ്ഞപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പോയിട്ട് അപ്പോൾ തുത്തും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫോട്ടോസും ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നമ്മുടെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡിൻ്റെ പരിപാടിയായി. അപ്പോൾ ആദ്യം തന്നെ ചെറിയ മക്കളുണ്ടല്ലോ, എന്താ പറയുക ഫ്രണ്ട്സുകളെ, ആര്യൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഫുഡ് കൊടുത്തത് അവിടെ. എന്താ പറയുക, പക്ഷേ അതൊക്കെ കൊടുക്കുന്ന തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കലും കൊടുക്കലും ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ട്, പിന്നെ നമ്മുടെ പത്തിരിയുണ്ട്, പൊറാട്ടയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് അത് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഞാനും തുത്തും ഇങ്ങനെ എടുത്ത് വെക്കുന്ന തിരക്കിലായതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ മക്കളതൊക്കെ കഴിഞ്ഞ ശേഷമാണ് എന്താ പറയുക എല്ലാവരും വലിയ ആൾക്കാരൊക്കെ കഴിച്ചത്. അപ്പം നുജൂമും അവരൊക്കെ കഴിക്കുന്ന വീഡിയോയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കഴിച്ച് അവർ വേഗം പോയിട്ടോ. അപ്പോൾ പോകുമ്പോൾ എന്താ പറയുക പോകുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. നുജൂമും ഉമ്മയും ഞാൻ അങ്ങനെ വേഗം പോയി. ഞാൻ പിന്നെ എന്താ വെച്ചാൽ അവിടെ ആകെ പിറന്ന് കിടക്കുകയാണ് കേട്ടോ. എന്താ പറയുക എല്ലാവരും ഫുഡ് കഴിച്ച് മേശയും എത്ര ആയാലും ആകെ എന്താ പറയുക നിലമൊക്കെ ആകെ ഉറപ്പായിട്ടുണ്ടായിരുന്നു, വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയാലും ഒതുക്കി വെച്ചിട്ട് ഞാൻ പോവുള്ളൂ എന്ന് ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മാക്കൊരു സമാധാനമായിട്ടാണ്. കാരണം ഉമ്മാക്ക് എന്തായാലും നിൽക്കാൻ പറ്റുന്നില്ല. കാരണം പിറ്റേ ദിവസം ഞാനെൻ്റെ അനിയത്തിയുടെ കല്യാണ നിശ്ചയമാണ്. അപ്പോൾ അവർക്ക് അവിടേക്ക് പോകാനുള്ളത് കൊണ്ടാണ് നേരത്തെ പോയത് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷമാണ് ഞങ്ങൾ 4 പേര് ഫുഡ് കഴിക്കാനിരുന്നത് കേട്ടോ. സത്യം പറയാലോ എല്ലാത്തിനും ഞങ്ങൾ കുറേശ്ശെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഫുഡുകളായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നല്ല വണ്ണം വെച്ചത് കേട്ടോ. നല്ല ഫ്രൂട്ട് സലാഡ് ഉണ്ട്, പുഡിംഗ് ഉണ്ട്. സത്യം പറയാലോ ഞാനിങ്ങനെ ബിരിയാണി, പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഫ്രൂട്ട് സലാഡ് കുറച്ച് കഴിച്ചു, കേക്ക് കുറച്ച് കഴിച്ചു, പിന്നെ നമ്മുടെ എന്താ പറയുക ഒരു പുഡിംഗ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ബർത്ത്ഡേ അല്ലേ, കേക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ? ആര്യൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അത് കഴിച്ചു. നെഗറ്റീവ് കമൻറ്റ് ഒന്നും ഇടരുത് കേട്ടോ പ്ലീസ്. കാരണം ഞാൻ
അത്ര വലിയ കൺട്രോളുള്ള ആളൊന്നല്ല ആൾക്കാരൊന്നല്ല ഞങ്ങൾ കുറേശ്ശെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഡയറ്റ് എന്തായാലും ഞങ്ങളൊരു സൈഡിലേക്ക് അങ്ങോട്ട് ഞാനും തുത്തും ഒരുപോലെ ഒരു സൈഡിലേക്ക് ഡയറ്റൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ കുറേശ്ശെ മധുരമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ മോളും കൂടി പോവാണ്. അപ്പോൾ ഐറൂസിനെ ഇന്ന് നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അവന് പാലൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് മേല് കഴുകി എന്താ പറയുക കുട്ടപ്പനാക്കി ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ അവർ പോണത്. അപ്പം അവർ പോയതിന് ശേഷം ഞാൻ ഇനി ഞങ്ങൾക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാണ്ട് ഒരു തലക്കുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആകെ അലങ്കുലായി കിടക്കണം, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വീട് ഒരു പരിപാടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ ഇന്ന് പോകണം. ഞാൻ ഈ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അരീക്കോടേക്ക് പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം തുത്തു എൻ്റെ ഹസ്ബൻഡിനെ പോയി സോപ്പിട്ട് അലക്കാന്ന് പോവണ്ട അലക്കാന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സമ്മതം വാങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ സാവധാനത്തിൽ ക്ലീനിങ് ചെയ്യാൻ വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് പോകുന്നില്ല, ഞാൻ നാളെയാണ് പോണതെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഡൈനിങ് ടേബിളൊക്കെ ആദ്യം വൃത്തിയാക്കി അടുക്കളയിലേക്ക് കൊണ്ടുവച്ച് അവിടേക്ക് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിനുശേഷം ആ ഒരു നല്ല അടുക്കളയുണ്ടല്ലോ, 2 അടുക്കളയുണ്ട്. അതിലിതാ ഒരു അടുക്കള ഞങ്ങൾ ആദ്യം പിന്നെ ഇവിടെ ക്ലീൻ ചെയ്ത് എല്ലാം എന്താ പറയുക മറ്റേ അടുക്കളയിൽ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പിന്നെ നമ്മുടെ ബിരിയാണി ഒക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് 2 ഫ്രിഡ്ജുണ്ട്. ഒക്കെ ഒന്നാണ് ഈ കിച്ചണിലൊരു ഫ്രിഡ്ജുണ്ട്, ആ കിച്ചണിലൊരു ഫ്രിഡ്ജുണ്ട്. അപ്പോൾ 2 ഫ്രിഡ്ജിലേക്കായിട്ട് ബാക്കിയുള്ളതൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഈ പാത്രം കഴുകുന്ന മെഷീനില്ലേ അതിലേക്ക് ചെറിയ പാത്രങ്ങളൊക്കെ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അതിലേക്ക് വെച്ചു. ഇതേപോലെയുള്ള ബിരിയാണിയുടെ പാത്രങ്ങൾ വലിയ പാത്രങ്ങളൊക്കെ നാളെ ചേച്ചി വരുമ്പോൾ കഴുകിക്കോളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ച് എല്ലാം ചെറിയ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷ് ആ ഒരു പാത്രം കഴുകുന്ന മെഷീനിലേക്കും വെച്ചിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ കിടക്കും. സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നിവിടെ നിൽക്കുകയാണ്. അപ്പം നാളെ അവളുടെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിന്ന് വരാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കിടക്കാൻ നേരം 2 മണിയായിട്ടുണ്ട്. കിടക്കാൻ പോവാണ് ഗായ്സ്. നീനും ഉറക്കപ്പിച്ചല്ലാണ് ഗായ്സ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.